ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട പടം ഇപ്പോൾ 2 ദിവസമായിട്ടോ സിനിമ കണ്ടിട്ട്. അപ്പം കണ്ട് വന്ന് വഴി ഇരുന്ന് പറയണമല്ല, ഞാൻ കണ്ട പടം ആശകളായിരം, ജയറാമിൻ്റെ വണ്ടർഫുൾ മൂവിയാണ്. അതായത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവി. കഥ എന്ന് പറയുന്നത് ഒരു അപ്പൻ മകൻ റിലേഷനും പിന്നെ കുറച്ച് പാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, നമ്മുടെ ഒരു പഴയ ജയറാമിൻ്റെ ഒരു ചെറിയൊരു സാധനമൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ഉള്ള പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്ക് കാളിദാസനൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ തോന്നിയതായിരിക്കും ഒരു പക്ഷേ. എന്നിരുന്നാലും നല്ല പടമാണ്. ഞാനിതിനൊരു ഔട്ട് ഓഫ് 10 ഇതിന് ഞാനൊരു 7 കൊടുക്കാൻ റെഡിയാണ്. കാരണം വേറെ കൊണ്ടല്ല, കുറച്ച് ഫൺ ഫാക്ടർ, പിന്നെ കുറച്ച് റിയാലിറ്റി, പിന്നെ കുറച്ച് ഇമോഷണൽ, 3 കാര്യങ്ങളാണ് അതിന് മെയിനായിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ഷറഫുദ്ദീൻ തകർത്തുണ്ട്. ആ ഷറഫുദ്ദീനാണ് എനിക്ക് ഇതിനകത്ത് ഷറഫുദ്ദീൻ്റെ റോളുകളൊക്കെ കുറച്ചുകൂടി നേരത്തെ കൊണ്ടുവന്ന് പടം കൂടി ഒന്ന് വൈബാക്കാമായിരുന്നു. വേണമെങ്കിൽ കുറച്ചെന്തോ ഒരു വലിപ്പിക്കൽ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് പറയണം എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞത് നെഗറ്റീവാണ്, അതല്ലെങ്കിൽ നമുക്ക് സഹിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ വളരെ ചുരുങ്ങിയ കാര്യത്തിൽ ഞാൻ പറയുന്നത്. പിന്നെ കാളിദാസൻ്റെ ആക്ടിങ്ങിൽ എനിക്ക് തോന്നിയത്, നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കോട്ടെ. എനിക്ക് തോന്നിയതാണ് ഞാൻ പറയണേട്ടാ. നമ്മുടെ തമിഴ് നടൻ സൂര്യയില്ലേ, സൂര്യയുടെ ഒരു അങ്ങനെ സൂര്യയായിട്ട് ഞാൻ കമ്പയർ ചെയ്യണമല്ല, സൂര്യയുടെ ചെറിയ ചില മാനറിസങ്ങൾ നമുക്കിതിൽ ഫീൽ ചെയ്യും. അവൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടാ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പുള്ളിയും ചെക്കനൊന്ന് കളറായി, മൊത്തത്തിൽ നല്ല രസമായിട്ടുണ്ട്. അവൻ്റെ ഞാൻ വേറെ ഒരു സിനിമയും കാണാത്തോടായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സിനിമ ഇങ്ങനെ. അവൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഏജായിട്ട് ഇല്ലെങ്കിൽ ഇത്രയും യൂത്തായി നിൽക്കുന്ന സമയത്തുള്ള ഈ ആദ്യത്തെ പടം ഞാൻ കാണുന്നത്. ഞാൻ ഈ ഇതിന് മുമ്പത്തെ പൂമരമൊന്നും കണ്ടിട്ടില്ല. അധികം കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയട്ടെ. ആ പടം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എങ്ങനെയുണ്ട് പൂമരം ഉള്ളത് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാളിദാസനൊക്കെ നന്നായിട്ട് അവനൊക്കെ ഒരു കഴിവുണ്ട്. ജയറാമിൻ്റെ ഒരു സാധനം അവനുണ്ട്, ഇമോഷണലി. അവനത് ഇമോഷണൽ ഒരു സീൻ ചെയ്തപ്പോഴാണ് എനിക്ക് ജയറാമായിട്ട് കണക്ട് ആയത്. കാരണം ജയറാം നമ്മുടെ മറ്റു സിനിമയിലൊക്കെ സെൻറ്റി അടിക്കുമല്ലോ, സെൻറ്റി അടിച്ച് നമ്മളെ വിഷമിപ്പിച്ചളയും. ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഞാനിരുന്ന് വിഷമിച്ചെന്ന്, തിയേറ്ററിൽ ഇരുന്നിട്ട്. അതെനിക്ക് വിഷമം ഫീൽ ചെയ്ത്. അത് ജയറാം സെൻറ്റി അടിക്കുന്നല്ല, കാളിദാസന സെൻറ്റി അടിക്കണം. പക്ഷേ ഞാൻ വിഷമിച്ചു, എനിക്ക് വിഷമം ഫീൽ ചെയ്ത്. ദാറ്റ് മീൻസ് ഈസ് എ ഗുഡ് ആക്ടർ, നല്ലൊരു ആക്ടറാണ്. അത് തെളിയിച്ചിരിക്കണു ഈ പടത്തിൽ, ബോധ്യമായിരിക്കണു. അപ്പോൾ അങ്ങനെ. അപ്പോൾ പടത്തിന് ഞാൻ ഔട്ട് ഓഫ് 10 7 പോയിന്റ് കൊടുക്കാൻ റെഡിയാണ്. 7 എബോ ഞാൻ കൊടുക്കില്ല. കാരണം കുറച്ചൊക്കെ അതിനകത്ത് ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ. അല്ലാണ്ട് മറ്റോണം ക്രിട്ടിസൈസ് ചെയ്ത് പറയണമല്ല. സോ എല്ലാവരും പോയി കാണാം, കുടുംബമായിട്ട് പോയി കാണാം, മക്കളായിട്ട് പോയി കാണാം, പ്രായമുള്ളവരെ എല്ലാവരും കൊണ്ടുപോകും. സിനിമയോട് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഫാമിലിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിനിമയോട് ഇത്തിരി പാഷനുള്ള ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെയും കൊണ്ട് തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം, അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വരാം. ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല, നല്ല കാണണം കേട്ടോ. ശരി, ഇനിയും കാണാമല്ലോ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. ശരി, അപ്പോൾ താങ്ക് യു.